ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂർ മഹാത്മ്യ കഥകൾ കേൾക്കാം. മടിയനെ പഠിപ്പിച്ച പാഠം. മുൻപ് കാലത്ത്, അതായത് ഒരു 25 വർഷക്കാലം മുൻപ്, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വാതിൽ മാടത്തിൽ ബ്രാഹ്മണർക്ക് ഊട്ടു നടത്തിപ്പോന്നിരുന്നു. വൈദികരും ഉന്നത കുലജാതന്മാരുമായിരുന്നവർക്ക് തെക്കേ വാതിൽ മാടത്തിലും, ആഭിജാത്യം കുറഞ്ഞവർക്കും പരദേശികൾക്കും വടക്കേ ഭാഗത്തുമായിരുന്ന വിളമ്പുക പതിവ്. അന്ന് തൈക്കാട്ടു സ്വാമികൾ പരിവ്രാജക വൃത്തി സ്വീകരിച്ചിരുന്നു. കയ്യിൽ കുറേ പണവുമായി ഗുരുവായൂരിൽ മിക്കവാറും സ്ഥിരതാമസമാക്കി. 2 നേരവും വാതിൽ മാടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭജന തുടർന്നു. പക്ഷേ അദ്ദേഹത്തിന് ധാർഷ്ട്യം നല്ലവണ്ണമുണ്ടായിരുന്നു. എന്നും ആദ്യത്തെ പന്തിയിൽ മാന്യസ്ഥാനത്ത് തന്നെ സ്വാമിയാർ ഇരിക്കും. ഈ റിസർവേഷനെക്കുറിച്ച് അറിവില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്പൂതിരി ഒരു ദിവസം മുഖ്യപന്തിയിലെ മാന്യസ്ഥാനത്താണ് ഇരുന്നപ്പോൾ അസ്ഥാനത്തായിപ്പോയി എന്നല്ലാതെ സ്വാമിയാരെ കൽപ്പിച്ചു കൂട്ടി നിന്ദിക്കണമെന്നുള്ള ഒരു ഉദ്ദേശവും ആ നമ്പൂതിരിക്കുണ്ടായിരുന്നില്ല. സ്വാമിയാർ വന്നപ്പോൾ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു തരാത്തതിന് യുവാവിനോട് അദ്ദേഹം കയർത്തു. നല്ല ശരീരപുഷ്ടിയും ആരോഗ്യവുമുള്ള സ്വാമിയാർക്ക് വഴങ്ങിക്കൊടുക്കുന്നതാണ് ബുദ്ധിയെന്ന് കരുതി നമ്പൂതിരി എഴുന്നേറ്റ് മാറി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടെ പതിവായി. ചില സന്ദർഭങ്ങളിൽ വഴക്കു പിടിച്ചുള്ള ആളുകളെ അടിക്കാനും സ്വാമിയാർ മടിച്ചില്ല. ഒരു ദിവസം ക്ഷേത്രത്തിലെ നമസ്കാര സദ്യയ്ക്ക് മുൻപ് മുഖ്യപന്തിയിൽ തന്നെ ഒന്നാമനായി സ്വാമിയാർ ഇരുന്നു. വിഭവങ്ങൾ മുഴുവൻ വിളമ്പി. സ്വാമിയാർക്ക് പതിവ് പോലെ വിശപ്പ് തോന്നിയില്ല. എന്തോ ഒരു അസ്വസ്ഥത. ഊണിനിടയിൽ പഞ്ചാര പായസം വിളമ്പിയത് ഒരു കവിൾ കുടിച്ചപ്പോൾ സ്വാമിയാർക്ക് മനം പുരട്ടി തുടങ്ങി. ഉടനെ എഴുന്നേറ്റ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടി. കുളക്കടവിലെത്തിയപ്പോഴേക്കും കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു. ക്ഷീണിച്ചവശനായി അദ്ദേഹം അവിടെയിരുന്നു. സ്വാമിയാരുടെ അവസ്ഥയിൽ ആർക്കും തന്നെ സഹതാപം അല്പം പോലും തോന്നിയതുമില്ല. ഇങ്ങനെ പറ്റിയത് നന്നായി എന്ന് പലരും ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്തു. എന്തിനു പറയട്ടെ, അന്ന് രാത്രി മുഴുവനും സ്വാമിയാർക്ക് ആഹാരമൊന്നും കഴിക്കുവാൻ സാധിച്ചതുമില്ല. വല്ലതും വയറ്റിൽ തട്ടിയാൽ ഉടൻ തന്നെ ഛർദ്ദിൽ വരും. ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. കുറച്ചു ദിവസം ഇങ്ങനെ തുടർന്നു. സ്വാമിയാർ പട്ടിണി കിടന്ന് മെലിഞ്ഞ് എല്ലും തോലുമാകുമെന്ന പരുവത്തിലായി. ഇത് ഗുരുവായൂരപ്പൻ്റെ ശിക്ഷയാകാമെന്ന് അദ്ദേഹത്തിന് തോന്നി. പശ്ചാത്താപം വന്ന് അഹങ്കാരം ശമിച്ച അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ക്ഷമിക്കണമേ. ഈ ഒരു ഉരുള ആഹാരം കഴിച്ച് പിന്നീട് മരിച്ചാലും വിരോധമില്ല, എനിക്ക് അത് സാധിച്ചു തരണേ. ഭക്തിപൂർവ്വം അദ്ദേഹം ഭാഗവത പാരായണം തുടങ്ങി. സ്വാമിയാർ ആളൊന്നു മാറി. ഭക്ഷണം കഴിക്കാൻ വിഷമമുണ്ടെങ്കിലും സദ്യയ്ക്ക് വിളമ്പാനും ദേഹണ്ഡത്തിനുമൊക്കെ അദ്ദേഹം ഉത്സാഹിച്ച് പ്രയത്നിച്ചു. സ്വാമിയാരെക്കുറിച്ചുണ്ടായിരുന്ന ജനങ്ങളുടെ ധാരണയ്ക്ക് വലിയ മാറ്റം വന്നു. ഒരു മണ്ഡലക്കാലം അങ്ങനെ കഴിഞ്ഞു. പിന്നീട് അരവയർ നിറയുന്നത് വരെ ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന നില വന്നു. അദ്ദേഹം അതീവ സന്തുഷ്ടനായി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ക്ഷേത്രത്തിലും ഭക്തജനങ്ങൾക്കും വേണ്ടി ചെലവ് ചെയ്യാൻ തുടങ്ങി. സ്വാമിയാരുടെ ഭജനം സംവത്സരം തികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മിതമായ തോതിൽ ഭക്ഷണം കഴിക്കാമെന്നായി. എന്നിട്ടും തന്നാൽ കഴിയുന്നത്ര ദേഹാധ്വാനം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുക എന്ന വ്രതം അദ്ദേഹം മുടക്കിയില്ല. ദേഹാധ്വാനം ചെയ്യാതെ സുഖം അനുഭവിക്കുന്നതിനോട് ഗുരുവായൂരപ്പന് തൃപ്തിയില്ലെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? തക്ക സമയത്ത് മടിയന്മാരെ ഗുരുവായൂരപ്പൻ പാഠം പഠിപ്പിക്കുന്നതിന് പ്രത്യക്ഷമായ ഉദാഹരണമാണ് തൈക്കാട്ടു സ്വാമിയാരുടെ കഥ. സ്വാമിയാർ എന്ന പദം അന്വർത്ഥമാക്കി തീർത്ത ആ സന്യാസി സകലതും വെടിഞ്ഞ് പിന്നീട് കാൽനടയായി ഹിമാലയത്തിലേക്ക് യാത്രയായി